ചൈനയുമായി ഇന്ത്യ ഇപ്പോൾ നല്ലൊരു സൗഹൃദം പങ്കിടുന്നുണ്ടെങ്കിൽ പോലും അവരെ ഒരു കയ്യകലം മാറ്റി നിർത്തിയിരിക്കുകയാണ് ഇന്ത്യ എന്നതും ഇപ്പോൾ വെളിവാവുകയാണ്. കാരണം തന്ത്രപ്രധാനമായ മലാക്ക കടലിടുക്കിൽ ഇന്ത്യൻ നാവികസേന ഇപ്പോൾ പെട്രോളിംഗ് നടത്താൻ ഒരുങ്ങുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. എന്നാൽ ഇത് ചൈനയെ സംബന്ധിച്ച് വലിയൊരു ആശങ്ക ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. കാരണം ടിയാജനിലെ ഷാങ്ഹായ് ഉച്ചകോടിയിൽ വെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനയുമായി നല്ല സൗഹൃദം പങ്കിടുകയും അവിടെ ഇരുവരും തമ്മിൽ കൈകൊടുത്ത് സംസാരിക്കുകയും ചെയ്തിരുന്നു. ആയതിനാൽ തന്നെ എന്തുകൊണ്ടാകാം ഇപ്പോൾ ഇന്ത്യ ഇത്തരമൊരു നിലപാടെടുക്കാൻ കഴിഞ്ഞത്, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു എന്നതിൽ ഒരു വ്യക്തത ഇതുവരെയും വന്നിട്ടില്ല. മാത്രമല്ല സിംഗപ്പൂർ, ഇന്തോനേഷ്യ, മലേഷ്യ എന്നീ രാജ്യങ്ങളുമായി ചേർന്നുകൊണ്ടാണ് ഇന്ത്യൻ നാവികസേന മലാക്ക കടലിടുക്കുകളിൽ പെട്രോളിംഗ് നടത്താൻ ഒരുങ്ങുന്നത്. ചൈനയ്ക്ക് മാത്രമല്ല ഇന്ത്യക്കും മലാക്ക കടലിടുക്ക് തന്ത്രപ്രധാനം തന്നെയാണ്. ഇന്ത്യയുമായി ബന്ധപ്പെട്ട വാണിജ്യ കപ്പലുകളും 60% കടന്നുപോകുന്നത് മലാക്ക കടലിടുക്കുകൾ വഴിയാണ്. മാത്രമല്ല പ്രകൃതിവാതക ഇറക്കുമതി അത് കൂടുതലും നടക്കുന്നത് ഇതുവഴി തന്നെയാണ്. എന്നാൽ ഇന്ത്യക്ക് ഈ പാത ഒഴിവാക്കുന്നത് ബുദ്ധിമുട്ടാണെങ്കിൽ പോലും ചൈനയ്ക്ക് അത് ഏറ്റവും ദുർഘടമായ മേഖലയാണ്. ഇവിടെ ഉണ്ടാകുന്ന ഏതൊരു തടസ്സവും ചൈനീസ് സമ്പദ് വ്യവസ്ഥയെ തകിടം മറിക്കുമെന്നതിലും സംശയമില്ല. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്ന് ദക്ഷിണ ചൈന കടലിടുക്ക് കടക്കാനുള്ള തന്ത്രപ്രധാനമായ നാവിക പാതയാണ് മലാക്ക കടലിടുക്ക്. ചൈനയുടെ വ്യാപാരം, പ്രകൃതിവാതക, ക്രൂഡ് ഓയിൽ ഇറക്കുമതി എന്നിവയുടെ ബഹുഭൂരിപക്ഷവും ഈ കടലിടുക്ക് വഴിയാണ് കടന്നുപോകുന്നത്. ചൈനയെ സംബന്ധിച്ചിടത്തോളം തന്ത്രപ്രധാനവും എന്നാൽ ഏറെ ദുർബലവുമായ ഭാഗമാണ് മലാക്ക കടലിടുക്ക്. ഇന്ത്യയുടെ ഭാഗമായ ആൻഡമാൻ നിക്കോബാർ ദ്വീപിൽ നിന്ന് 600 കിലോമീറ്റർ മാത്രം അകലെയാണ് മലാക്ക കടലിടുക്ക് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് കടന്നു കയറാൻ ചൈന പലപ്പോഴായി തന്നെ ശ്രമിക്കുന്നുണ്ട്. അതിനു മറുപടിയായി ദക്ഷിണ ചൈന കടലിൽ ഇന്ത്യയും ഇടപെട്ട് തുടങ്ങിയിരുന്നു. ഇതിന്റെ മലാക്ക കടലിടുക്കിലൂടെ ശക്തി പ്രകടനത്തിന് ഇപ്പോൾ ഒരുക്കം നടത്തുന്നത്. SCO ഉച്ചകോടിക്ക് പിന്നാലെ തിരികെ ഇന്ത്യയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിയിൽ വെച്ച് സിംഗപ്പൂർ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇതിനുശേഷം പുറത്തിറക്കിയ സംയുക്ത പ്രസ്താവന ചൈനയെ ഞെട്ടിക്കുന്നതായിരുന്നു എന്നതാണ് മറ്റൊരു വെളിപ്പെടുത്തൽ. ദക്ഷിണ ചൈന കടലിൽ ചൈനയുമായി തർക്കത്തിൽ ഏർപ്പെടാത്ത രാജ്യമാണ് സിംഗപ്പൂർ. എന്നാൽ മറ്റ് രാജ്യങ്ങൾ അങ്ങനെയല്ല. ഈ നിഷ്പക്ഷതയിലാണ് ഇപ്പോൾ മാറ്റമുണ്ടായിരിക്കുന്നത്. പ്രതിരോധ സുരക്ഷാ സഹകരണത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ മലാക്ക കടലിടുക്കിലെ പെട്രോളിംഗ് ഇന്ത്യയുടെ താൽപര്യത്തെ സിംഗപ്പൂർ അംഗീകരിച്ചതായി സംയുക്ത പ്രസ്താവനയിൽ പറയുന്നുണ്ട്. 2022 ഇന്ത്യൻ നാവികസേനയുടെ കപ്പലുകൾ ഇന്തോനേഷ്യൻ നാവികസേനയുമായി ചേർന്ന് ആൻഡമാൻ കടലിലും മലാക്ക കടലിടുക്കിലും സംയുക്ത പെട്രോളിംഗ് നടത്തിയിരുന്നു. ഇവിടെ ഇന്ത്യയുടെ താൽപര്യം വർദ്ധിച്ചു വരുന്നത് ഏറെ ആശങ്കപ്പെടുത്താൻ പോകുന്നത് ചൈനയെ തന്നെയാണ്. കടലിടുക്കിൽ ഇന്ത്യൻ നാവികസേന സിംഗപ്പൂർ, ഇന്തോനേഷ്യ എന്നിവയോടൊപ്പം തന്നെ മലേഷ്യയുമായി ചേർന്നുകൊണ്ടാണ് പെട്രോളിംഗ് നടത്താൻ തീരുമാനമായിരിക്കുന്നത്. ഈ സഹകരണം മേഖലയിലെ സമാധാനവും സ്ഥിരതയും പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള തന്ത്രപ്രധാനമായ നീക്കമാണ് എന്നതാണ് കണക്കാക്കപ്പെടുന്നത്. എന്നാൽ മേഖലയിലെ ചൈനയുടെ ആധിപത്യത്തിന് ഇതൊരു വെല്ലുവിളിയാണ്. നിർണായകമായ ഒരവസരത്തിൽ US അല്ലെങ്കിൽ ഇന്ത്യൻ നാവികസേനയുടെ ഒരു നാവിക ഉപരോധം ചൈനയുടെ യുദ്ധകാല സാമ്പത്തിക സുരക്ഷയ്ക്ക് ഗുരുതരമായ ഒരു ഭീഷണി ഉണ്ടാകാനും സാധ്യതയുണ്ട്. ചൈനയുടെ സമുദ്ര ഊർജ്ജ ഇറക്കുമതിയുടെ മുന്നിൽ രണ്ട് ഭാഗവും ഏകദേശം പ്രതിവർഷം $3.5 ട്രില്യൺ മൂല്യമുള്ളവ ഈ തന്ത്രപ്രധാനമായ കടലിടുക്കിലൂടെയാണ് കടന്നുപോകുന്നത്. മേഖലയിലെ ഇന്ത്യൻ നാവികസേനയുടെ സാന്നിധ്യം ചൈനയ്ക്കുള്ള നിശബ്ദമായ മുന്നറിയിപ്പാണ്. എപ്പോൾ വേണമെങ്കിലും ഇവിടെ ഇന്ത്യ ഇടപെടുമെന്നുള്ള ഒരു ശക്തമായ സന്ദേശം തന്നെയാണ് ഇപ്പോൾ ഇതിലൂടെ നൽകിയിരിക്കുന്നത് എന്നതാണ് വ്യക്തമാകുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.